ആഗോള വിപണിയിലുണ്ടായ അസംസ്കൃത ഇന്ധനവില വർധനയുടെ പേര് പറഞ്ഞ് എണ്ണക്കമ്പനികൾ വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വൻതോതിൽ ഉയർത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ധനവിലയിൽ വർധനയുണ്ടായതിനനുസൃതമായി മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വില കൂട്ടിയ ശേഷമാണ് മെയ് 1-ന് 993 രൂപയെന്ന താങ്ങാനാകാത്ത വർധന വരുത്തിയത്. 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയട്ടെ എന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം കമ്പനികൾ വിലക്കയറ്റം നടപ്പിലാക്കാൻ കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുകയായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തീരുമാനമാണ് ഉണ്ടായത്. CPI ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ഇക്കാര്യം പ്രവചിച്ചിരുന്നതുമാണ്. ഇപ്പോഴത്തെ വിലവർധനയ്ക്ക് ആഗോള സാഹചര്യങ്ങൾ കാരണമായി പറയുന്നുവെങ്കിലും അത് പച്ചക്കള്ളമാണെന്നും ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനുള്ള സുവർണാവസരം കമ്പനികൾ സർക്കാർ ഒത്താശയോടെ ഉപയോഗിക്കുകയാണെന്നും വ്യക്തം. ആഗോളതലത്തിൽ $100 വരെ ഒരു വീപ്പ അസംസ്കൃത ഇന്ധനത്തിന് വിലയുണ്ടായിരുന്നപ്പോൾ നിശ്ചയിച്ചിരുന്ന നിരക്ക് തന്നെയാണ് $70 ഫെബ്രുവരി മാസം വരെ കമ്പനികൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കിയത്. $60 വരെ താഴ്ന്നപ്പോൾ പോലും വില കുറയ്ക്കുന്നതിന് സന്നദ്ധമായതുമില്ല. ഇടപെടാൻ BJP സർക്കാരും തുനിഞ്ഞില്ല. വിലനിർണ്ണയം കമ്പനികളുടെ അവകാശമാണെന്നും കോൺഗ്രസ് സർക്കാർ കൈക്കൊണ്ട തീരുമാനമാണെന്നും വിശദീകരിച്ച് കൈകഴുകുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ആഗോള വിപണിയിൽ നേരിയ വർധനയുണ്ടായപ്പോൾ വില കൂട്ടുകയും ചെയ്തു. അതുപ്രകാരമുള്ള നിരക്കാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ദിവസങ്ങൾ വരെ ജനങ്ങളിൽ നിന്ന് ഈടാക്കിയത്. ഫെബ്രുവരി അവസാനം ഇറാനെതിരെ US-ഉം ഇസ്രായേലും ചേർന്ന് യുദ്ധം ആരംഭിച്ചതോടെ എണ്ണവില വീണ്ടും ഉയരാൻ തുടങ്ങുകയും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ആദ്യ ആഴ്ച വാണിജ്യ പാചകവാതക വിലയിൽ വർധന വരുത്തുകയും ചെയ്തു. 2 തവണയായി യഥാക്രമം 115, 200 രൂപ വീതം കൂട്ടിയിരുന്നു. ആഗോള വില വീണ്ടും $100 ഘട്ടത്തിലായിരുന്നു ഈ വില വർധന. വെടിനിർത്തലിലെത്തിയപ്പോൾ വിലയിൽ കുറവുണ്ടായെങ്കിലും മാറ്റം വരുത്താൻ കമ്പനികൾ തയ്യാറായതുമില്ല. കഴിഞ്ഞയാഴ്ച ആഗോള വില $120 കടന്നത് മുതലെടുത്താണ് 993 രൂപയെന്ന ഭീമൻ വർധന വരുത്തിയത്. പക്ഷേ അതിന് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ വില 110-ന് താഴെ എത്തുകയും ചെയ്തു. ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത തോതിലാണ് ഇപ്പോൾ വർധന വരുത്തിയിരിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ഗാർഹിക സിലിണ്ടർ, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില വർദ്ധിപ്പിച്ചില്ലെന്നും സാധാരണക്കാരെ ബാധിക്കില്ലെന്നുമുള്ള വ്യർത്ഥന്യായം നിരത്തി കമ്പനികളുടെ നടപടിയെ ന്യായീകരിക്കാൻ BJP-യും കേന്ദ്ര സർക്കാരും മത്സരിക്കുകയും ചെയ്യുന്നു. ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാനാകാത്ത നിലപാടാണിത്. ഇതിലൂടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ദീർഘവീക്ഷണമില്ലായ്മയും തുറന്നു കാട്ടപ്പെടുകയും ചെയ്യുന്നു. പ്രതിസന്ധികളിൽ നിന്ന് ഈ സർക്കാർ പാഠം ഉൾക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, പ്രതിവിധി നടപടികൾ കൈക്കൊള്ളുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തുകയും ചെയ്തു. ഇതു സംബന്ധിച്ചൊരു റിപ്പോർട്ട് കഴിഞ്ഞ മാസം പുറത്തു വരികയുണ്ടായി. ഊർജ്ജ സ്വയം പര്യാപ്തത അസാധ്യമാണെങ്കിലും സംഭരണ സംവിധാനങ്ങൾ ഒരുക്കി കരുതൽ ശേഖരമുണ്ടാക്കുകയെന്നത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ BJP സർക്കാർ അത്തരം ഗൗരവതരമായ നടപടികളോ ആസൂത്രണമോ കൈക്കൊണ്ടില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ആഗോള സമ്മർദ്ദങ്ങളോ യുദ്ധം പോലുള്ള സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഊർജ്ജ പ്രതിസന്ധി സ്വാഭാവികമാണെന്നും അതനുസരിച്ചുള്ള കരുതലുണ്ടാകണമെന്നും നേരത്തെ തന്നെ മുന്നറിയിപ്പുകളുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 2004-ൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയതാണ്. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡ് എന്ന പേരിൽ സംരംഭം രൂപീകരിക്കുകയും ചെയ്തു. ഭൂഗർഭ സംഭരണികളായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 2010കളുടെ തുടക്കത്തിൽ വിശാഖപട്ടണം, മംഗലാപുരം, പാതൂർ എന്നീ 3 സ്ഥലങ്ങളിലെ ഭൂഗർഭ സംഭരണികളുടെ പ്രവർത്തനം 90% പൂർത്തിയായെങ്കിലും അപൂർണമായ പൈപ്പ് ലൈനുകൾ, വൈദ്യുതി കണക്ഷനുകൾ, വൈകൽ എന്നിവ കാരണം പ്രവർത്തനക്ഷമമായില്ല. ഒടുവിൽ പദ്ധതി ആവിഷ്കരിച്ച് ഏകദേശം 15 വർഷങ്ങൾ കഴിഞ്ഞ് 2015-ൽ വിശാഖപട്ടണവും 2016-ൽ മംഗലാപുരവും പാതൂരിൽ 2018-ലും തുറന്നു. അപ്പോഴേക്കും ഊർജ്ജ ഉപഭോഗം 10 മടങ്ങ് വർദ്ധിച്ചിരുന്നു എന്നതിനാൽ ഈ സംഭരണികൾ അപര്യാപ്തമായി. എന്നിട്ടും പുതിയ സംഭരണ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചനകൾ പോലും ഉണ്ടായില്ല. അതേസമയം ഇന്ത്യക്കൊപ്പം പെട്രോളിയം കരുതൽ പദ്ധതിക്ക് തുടക്കമിട്ട ചൈന ഇക്കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചെറിയ പ്രതിസന്ധികൾ പോലും നേരിടാനാകാത്ത സ്ഥിതിയിലാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ഈ ഭാരം അടിച്ചേൽപ്പിച്ചതിൽ BJP സർക്കാരിനുള്ള പങ്ക് നിഷേധിക്കാനാകാത്തതാണ്.